വെൽക്കം ടു TRP പോസ്റ്റ് മാച്ച് റിവ്യൂ ഷോ. നമ്മുടെ ഫ്രണ്ട്ലി മൂന്നാമത്തെ ഫ്രണ്ട്ലി US ട്രിപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ ഫ്രണ്ട്ലിയിൽ എങ്ങനെ കളിച്ചു, കൊള്ളാമോ, സ്ക്വാഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ച് വന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഒരുപാട് എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ ഫ്രണ്ട്ലിയിൽ തോറ്റാൽ പോലും കുരുപൊട്ടുന്ന അല്ലെങ്കിൽ കിളി പോകുന്ന ഫാൻസ് ലിവർപൂളിനും ഉണ്ട്, എല്ലാ ക്ലബിനും ഉണ്ട്. ഇന്നും രാവിലെ കണ്ടത് ഞാൻ അതാണ്. ഞാൻ അവരുടെ വിഷമത്തെ എന്താ പറയാ ചെറുതായി കാണുന്നില്ല, എന്താ നിസ്സാരവൽക്കരിക്കുന്നില്ല, അതാണ് വാക്ക്, നിസ്സാരവൽക്കരിക്കുന്നില്ല. പക്ഷേ ഇന്നലെ 2-3 ബോൾഡ് ചോയ്സസ് നമ്മൾ ഇറയോളന്റെ സൈഡിൽ നിന്ന് കണ്ടു. അല്ല ഓബിനെ, ഇസാക്ക് സ്റ്റാർട്ട് ചെയ്തു, വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചത് 30 മിനിറ്റ് കളിക്കായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ കളിച്ചു. ആൻഡ് ഫസ്റ്റ് ഹാഫ് ലുക്ക് ലൈക്ക് വാട്ട് ഇറയോളാസ് ടീം ഇസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യമായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീം എന്ന രീതിയിൽ നന്നായി കളിച്ചു. ദ ടാക്ടിക്കൽ ബാലൻസ് വാസ് ബ്രില്യൻറ്റ്. The effort and എന്താ പറയാ, ഒരു ഇംപെറ്റസ് വാസ് റിയലി ഗുഡ്. ഒരു സെറ്റ് പീസ് ഗോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഗോൾ ഓഫ് ദ മാച്ച് വാസ് നിയോണീസ് ക്രോസ് ടു ഫ്രിംപോങ് ക്രോസ്ഡ് ഇൻ ടു ദ ബോക്സ്. ആൻഡ് നമ്മൾ ഈ വേർഡ്സിനെ വാങ്ങി തൊട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വേർഡ്സ് അറൈവിംഗ് ലേറ്റ് ഇൻ ടു ദ ബോക്സ് ആൻഡ് സ്കോറിംഗ് ദ ഗോൾ. ഐ തിങ്ക് അതാണ് നമ്മുടെ വെർട്ടിക്കൽ പാസിങ്ങിന്റെയും ക്വിക്ക് ട്രാൻസിഷന്റെയും എന്താ പറയാ ലേശം ക്ലോപ്പിനൊക്കെ ഓർമ്മ വന്നു ഇന്നലെ. സെക്കൻഡ് ഹാഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാത്തതാണ് നല്ലത്. ഒന്നാമത് ആ ടീം ഗ്രാവൻബർച്ച് ആദ്യമായി കളിക്കുന്നു. ഗ്രാവൻബർച്ച് ലേശം ഉറക്കത്തിലാണ്. ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ യോണി ഫസ്റ്റ് ടീമിൽ കയറും. പിന്നെ കിയേസെ ആണെങ്കിലും അതൊരു മേക്ക് ഷിഫ്റ്റ് ടീമായിരുന്നു. ആൻഡ് ലീഡ്സ് ബുദ്ധിപൂർവ്വം നല്ല പ്ലേയേഴ്സിനൊക്കെ സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ടു. ഡൊമിനിക് ക്ലെലേവർട്ട് ലുവിൻ, ആരൻസൺ ഇവരൊക്കെ സെക്കൻഡ് ഹാഫിൽ വന്നു. നമുക്ക് 4 എണ്ണം കിട്ടിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഇറയോള പറഞ്ഞ പോലെ ഇപ്പൊ വാങ്ങിക്കാൻ പറ്റിയ ടൈമാണ്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ സ്ക്വാഡിലല്ല, ടീമിലല്ല, മുകളിലിരിക്കുന്നവരാണ്. ഒരു സെന്റർ ബാക്കും ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ സെന്റർ ബാക്ക് എത്രയും പെട്ടെന്ന് വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ സുദീപൊക്കെ പറയും. എന്താ സുദീപ്? ഈ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സ് ആണ്. ഒന്ന് വേർഡ്സിന്റെയും ഇസാക്കിന്റെയും കോമ്പിനേഷന്, അതിനെ കുറിച്ചൊക്കെ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ അവർ ഒരുമിച്ച് നിന്ന് ഇറയോളയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻസൈഡ് ട്രെയിനിങ്ങിന്റെ അതിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ തന്നെ തോന്നിയിരുന്നു അവർ ഒരുമിച്ച് കളിക്കാനുള്ള ഒരു ചാൻസ് ഈ മാച്ചിൽ ഉണ്ടാവുന്നുള്ളത്. പക്ഷെ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ആ ലൈനപ്പ് കണ്ടപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയി. കാരണം അവരെങ്ങനെ ഒരുമിച്ച് കളിക്കുമെന്നുള്ളത് കാണാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഈ മാച്ചില് അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് അങ്ങനെ കോമ്പിനേഷൻസ് ഒന്നും കണ്ടില്ല. പക്ഷെ രണ്ടുപേരും അവരുടെ പൊസിഷനിൽ എങ്ങനെയാണ് ഇപ്പോ പ്രസ് ചെയ്യുന്ന കാര്യത്തില് രണ്ടുപേരും നല്ല രസമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈസാക്ക്, നമ്മൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈസാക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വെറുതെ ഓടിച്ചെന്ന് ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ ഓടിച്ചെന്ന് അങ്ങനെയുള്ള പ്രസ്സിങ് ആയിരുന്നില്ല. കറക്റ്റ് മറ്റേ ട്രിഗേഴ്സ് നോക്കി കൃത്യമായിട്ട് ആ ഒരു ഓബിൻ മറ്റേ ഇതിലൊക്കെ കാണിച്ച ആ ഒരു ആർക്ക് ഷേപ്പിൽ റൺ ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ രീതിയിൽ പാസുകൾ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ റൺ ചെയ്ത് ഒക്കെ പ്രസ് ചെയ്യുന്നത് കണ്ടു. രണ്ടുപേരും ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ അതിന് ഒപ്പം തന്നെ മിഡ്ഫീൽഡും അതിന് ജോയിൻ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പൊ ഈ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ റോളുകൾ. ഫോർവേഡിന്റെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഈ പ്രസ് ചെയ്യുന്ന റോള് അത് ഭംഗിയായിട്ട് കാണാൻ പറ്റി. അപ്പൊ അത് ഭയങ്കര എൻകറേജിങ്. ഇത്ര സമയം കൊണ്ട് തന്നെ അവര് ആ ഒരു സിംഗിൾക്ക് എത്തി. എന്തായാലും അവര് തമ്മിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഈ സീസണിൽ ഉണ്ടാവും എന്നുള്ള എന്റെ സൂചനയും അതിലുണ്ടായിരുന്നു. മാത്രമല്ല ഇത്തവണ റിയോനെ ലെഫ്റ്റിലാണ് കളിപ്പിച്ചത്. അപ്പൊ റിയോന്റെ ലെഫ്റ്റിൽ കളിക്കുന്നതിന്റെ ഒരു സാധനം അവിടെ പിച്ചില് ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്ത് പോയി സ്പേസ് ഉണ്ടാക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് പ്രശ്നം സെന്റർ ബാക്ക് ഇതിൽ തന്നെയായിരുന്നു. പക്ഷെ ഈവൻ ആ യങ് സെന്റർ ബാക്സ് ആയിട്ടുള്ള ലൂക്ക് ചേംബേഴ്സ് ഒന്നും
ലെഫ്റ്റ് സെന്റർ ബാക്ക് ഒന്നും അല്ല, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന പ്ലെയർ. അപ്പൊ ആ ഔട്ട് ഓഫ് പൊസിഷനിലാണ് കളിച്ചത്. മാത്രല്ല എൻഡുക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇതുവരെ. മറ്റേ എല്ലാ ഫ്രണ്ട്ലിയും 3 മാച്ചിലും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്ക് പെയറിങ്സ് ആയിരുന്നു. അപ്പോ അതിന്റെ ഒരു പ്രശ്നം അവിടെ ഫസ്റ്റ് ഹാഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നെങ്കിലും ഗോളിലേക്കൊന്നും വന്നിരുന്നില്ല. അത് ആ മിഡ്ഫീൽഡിന്റെയും കൂടിയും ഒരു ഇമ്പോർട്ടൻസ് കാരണമായിരുന്നു. അവര് പിച്ചിനെ എങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നു, ആ സ്പേസ് എങ്ങനെ ഇല്ലാതെയാക്കി എന്നുള്ളതൊക്കെ വലിയ ഇമ്പോർട്ടന്റ്. ന്യോനി ഓഫ് കോഴ്സ്, ന്യോനിയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലെയർ ആയിട്ട് മാറി. ഞാൻ പറഞ്ഞിരുന്നു ഡിസംബർ ആകുമ്പോഴേക്കും ന്യോനി ഗ്രാവൻബേഴ്സിനെ തട്ടി ഫസ്റ്റ് ടീം പ്ലെയർ ആയി പൊസിഷനിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിന്റെ സൂചനയായിരുന്നു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. അതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങള്. നമ്മള് ഫസ്റ്റ് ടീം, അതായത് ഫസ്റ്റ് 11 കളിച്ച ആ ടീം ആയിരിക്കും മോറോലെസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വിത്ത് വാൻ ഡൈക്ക് ഉണ്ടാവും, പ്രോബ്ലി ജെറമി ജാക്കോ ആയിരിക്കും സെന്റർ ബാക്സ് മാറും, ആലിസൺ ഗോൾ കീപ്പറും ആവും. പിന്നെ നമ്മള് സൈൻ ചെയ്യുമെങ്കിൽ ബാർക്കോള സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അത് മാത്രമേ ചേഞ്ചസ് ഉണ്ടാവും. ബാക്കിയെല്ലാം ഈ കളിച്ചത് തന്നെ. മെക്കാലിസ്റ്റർ വന്നാലും ലേറ്റ് ആയിട്ടാണ് വരിക. അത് കഴിഞ്ഞാലും ഫസ്റ്റ് ഗെയിം കളിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ പ്രോബബ്ലി സപ്പോസിലായി ഗ്രാവൻബർച്ച് സ്റ്റാർട്ട്സ്. ഇന്റൻസിറ്റി വൈസ് ഇറയോള ഫസ്റ്റ് ഹാഫ് തന്നെ ഈ സെന്റർ ബാക്സിന്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ അവരോട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. പല സമയത്തായിട്ട് അവരെ ബോൾ ക്യാരി ചെയ്ത് മാറ്റിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. ആ ഫ്രീ റൺ ഉണ്ടല്ലോ, മാറ്റിപ്പിന്റെ ഒറ്റ പോക്ക് മുന്നോട്ട്, ആ ഒരു സാധനം ഇവര് സെന്റർ ബാക്സിനോട് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനത് ആലോചിക്കുന്നുണ്ട്, ഇപ്പൊ മാറ്റിപ്പ് ഉണ്ടായതും ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരും ചെയ്യാനുണ്ട്. വാൻഡേക്കിനെ കൊണ്ട് അത് പറ്റൂല, ഈ ഒരു പ്രായത്തിൽ എന്തായാലും പറ്റൂല. ആ ടൈപ്പ് പ്ലെയർ അല്ലേ. കൊനാട്ടെ കുറച്ചുകൂടെ പോവുമായിരുന്നു. യാക്ക് പോവോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. കാരണം ഇറയോളക്ക് ഒരു എക്സ്ട്രാ ബോഡി, നമ്മളിപ്പം എല്ലാ ടീമും മാൻ ടു മാൻ മാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ സോണലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട് അവർക്കൊക്കെ. ഈ പ്ലെയർ ഇവിടം വരെ വരും, ഈ പ്ലെയർ ഇവിടം വരെ വരും, അല്ലെങ്കിൽ ഈ പ്ലെയർ ഇങ്ങനെയാ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റർ ബാക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ആരെ ട്രാക്ക് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്ക് നമുക്ക് വേണ്ടി വരും. ഇപ്പം ഈ വാൻഡൈക്കിന്റെ പാർട്ട്ണർ ആരാണോ എന്നുള്ളത് ഇറ്റ് പ്രോബ്ലി ഷുഡ് ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. ഇവിടെയാണ് ഗോമസ് കളിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. കാരണം ഗോമസ് പോവും അങ്ങനെയാണെങ്കിൽ. ഇപ്പം എന്താവും എന്നുള്ളത് അറിയില്ല. സോ അതൊരു കൺസേൺ ആണ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു സാധനം വിങ്ങേഴ്സ് ആണ്. നമുക്കിപ്പം വിങ്ങേഴ്സ് ഇല്ല എന്നുള്ളത്. ഐ ആം ഹോപ്പിംഗ് ദാറ്റ് നമ്മൾ 1 or 2 സൈൻ ചെയ്യുന്നുള്ളത്. ആ ഹോപ്പ് എല്ലാന്നുണ്ടെങ്കിലും റൈറ്റ് വിങ്ങർ ആയിട്ട് ഞാൻ ഇപ്പോഴും ഒരാളെയും പ്രതീക്ഷിക്കുന്നില്ല. ഇറ്റ് വുഡ് ബി പ്രോബ്ലി ലെഫ്റ്റ് ഫൂട്ടഡ്, അപ്പുറത്തും ഇപ്പുറത്തും കളിക്കാൻ പറ്റുന്ന ഒരു മ്യൂനിയോസ് ടൈപ്പ് ഉള്ള ആരെങ്കിലും ഒന്ന് കളിക്കും. കാരണം വിങ് ഇറയോള ഈ അടുത്തും പിന്നെയും പറഞ്ഞിട്ടുണ്ട്, 2 വിങ്ങും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യൂല. ഒരു വിങ് അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റേ വിങ് കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും എന്നുള്ളത്. ഫുൾ ബാക്കിന്റെ കേസിലും ഒരു ഫുൾ ബാക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ മറ്റേ ഫുൾ ബാക്ക് കുറച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പൊ 2 ഡബിൾ പിവറ്റിൽ കളിക്കുന്ന 2 ആളും ഡ്രോപ്പ് ഇൻ ചെയ്യാൻ ചാൻസ് ഇല്ല, ഒരാള് ഡ്രോപ്പ് ഇൻ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ആ ഒരാൾ എന്ന് പറയാൻ കാരണം ഡബിൾ പിവറ്റ് മിക്കവാറും സൊബോസ്ലൈ ആണെന്നുണ്ടെങ്കിൽ സൊബോസ്ലൈ ഡ്രോപ്പ് ഇൻ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. അപ്പൊ അതിന് പകരം ഒരു ഫുൾ ബാക്ക് ഡ്രോപ്പ് ഇൻ ചെയ്യുക, ഒരു ഫുൾ ബാക്ക് അറ്റാക്ക് ചെയ്യുക. ആ ഒരു മോൾഡിലേക്കാണ് ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് തോന്നുന്നത്. സോ ഫാർ ഞാൻ ഓബിൻ പറഞ്ഞോട് യോജിക്കുന്നത്. കാരണം നമ്മൾ ഈ പ്രീ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു സൊബോസ്ലൈയുടെ പൊസിഷന്റെ കാര്യത്തിലും. പിന്നെ എന്തായിരിക്കും നമ്മൾ കളിക്കുന്ന സിസ്റ്റം ഇപ്പൊ ഏകദേശം ക്ലിയർ ആണ്. നമ്പർ 9 ഇസാക്ക് ആയിരിക്കും, വേർഡ്സ് 10 ആണ്, 8 സൊബോസ്ലൈ ആണ്, റിയോ 2 സൈഡിലും കളിക്കും, ബാർക്കോള അല്ലെങ്കിൽ ഹോവർ കംസ് 2 സൈഡിലും കളിക്കും, വിക്ടർ മ്യൂനോസ് 3 പൊസിഷനും കളിക്കും, കിയേസ 3 പൊസിഷനും കളിക്കും. വേറൊരു കാര്യം എനിക്ക് കൺഫേം ആയത്, എനിക്ക് തോന്നുന്നത് സെയിൽസ് അധികം കാണാൻ സാധ്യതയില്ല ഈ ഓക്സിലറി പ്ലേയേഴ്സിന്റെ. അതായത് കിയേസ, എൻഡോ ഇവരൊക്കെ നിൽക്കാനാണ് സാധ്യത. ഇറയോളയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവര് നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. സോ സ്ക്വാഡിന്റെ സൈസിൽ വലിയ ടെൻഷൻ ഇല്ല. പ്രോബബ്ലി വി ആർ ഷോർട്ട് ഓഫ് എ റൈറ്റ് ബാക്ക്. അത് ഈ ബ്രാഡ്ലിയുടെ ഇഞ്ചുറി കാരണമാണ്
വരുന്നത്. സെന്റർ ബാക്കിന്റെ കാര്യം എനിക്ക് വലിയ സ്ട്രെസ് ഇല്ലാത്തത്, ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷൻ ഇതാണ്, യാക്കെ ഇതുവരെ കളിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം ഫിറ്റ് ആണോ ഇല്ലയോ എന്നൊരു ചോദ്യം മാത്രമല്ല. 60 മില്യൺ കൊടുത്തിട്ട് ഒരു പ്ലെയറെ കൊണ്ടുവന്നിട്ട് അയാൾ യങ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു പ്ലേ ഹിം. അല്ലെങ്കിൽ പുള്ളിനെ അതെ സ്റ്റാർട്ടർ, അതെ ഹി ഇസ് ദ സ്റ്റാർട്ടർ. അവിടെ ലിയോണിയുടെ ഫിറ്റ്നസും ഇഷ്യൂ ആണ്, പക്ഷെ രണ്ടു പേരും സ്റ്റാർട്ടേഴ്സ് ആണ്. അതില് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഗോമേസിന് പിന്നെ ഇഞ്ചുറി നമുക്കറിയാം. ആകെയുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് അല്ല, അതിലൊരു കഥയുണ്ട്. ഈ പറഞ്ഞ നമുക്ക് കഴിഞ്ഞ വർഷം ഇപ്പൊ സ്ലോട്ടിന്റെ കീഴിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർ കളിച്ചു തുടങ്ങിയേനെ. പക്ഷെ ഇറയോളയുടെ സിസ്റ്റത്തിൽ കളിക്കണമെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ലോട്ടിന്റെ ടീമിൽ കളിക്കുന്ന പ്ലെയറുടെ പോലെ പോരാ. അത്രയധികം ഓടാനുണ്ട്, അത്രയധികം ഫിസിക്കലായിട്ട് പോവാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇവർ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നായിരിക്കും ഇറയോളയുടെ കാഴ്ചപ്പാടില്. ഇല്ലെങ്കിൽ പതുക്കെ കളിച്ചു തുടങ്ങേണ്ട സമയമായി. എക്വേറ്റിനൊക്കെ പതുക്കെ ഹാൻഡിൽ ചെയ്യുകയാണെന്നാണ് ഇറയോള പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ലോങ് ടേം ഇഞ്ചുറീസ് ഉള്ള പ്ലെയറെ പതുക്കെ ഫിറ്റ്നസിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും ഇനി 20 ദിവസം ഉണ്ട് നമുക്ക് എന്തായാലും ലീഗ് തുടങ്ങാൻ. അപ്പൊ അതിനു മുമ്പ് അടുത്ത ഫ്രണ്ട്ലിയിലൊക്കെ കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇനി 3 ഫ്രണ്ട്ലി ഉണ്ട്. 2 കോമായിട്ട് 2 മാച്ച് ഉണ്ട്. ഒന്ന് ബിഹൈൻഡ് ക്ലോസ് ഡോർസ്. അപ്പോ 20 ദിവസമൊക്കെ ധാരാളമാണ്. ഇഷ്യൂ ശരിക്കും ഡെപ്തിന്റെ കാര്യത്തിൽ റൈറ്റ് ബാക്ക് ആണ്. ഇഫ് വി ക്യാൻ ഫൈൻഡ് എ റൈറ്റ് ബാക്ക് ഹു ക്യാൻ ഓൾസോ പ്ലേ സെന്റർ ബാക്ക്, നത്തിങ് ലൈക്ക് ഇറ്റ്. അവിടെയാണ് ഈ ഇഷ്യൂ വരുന്നത്. ബ്രാഡ്ലി വരുന്ന വരെ ഫ്രിംപോങ്ങോ റാംസി ആയിരിക്കും. ഐ ഡോണ്ട് തിങ്ക് വിൽ സൈൻ സംബഡി. അല്ല അല്ലേ. പിന്നെ വരുന്നത് ഡിപ്പാർച്ചേഴ്സ് ആണ്. കർട്ടിസ് ജോൺസിന്റെ കളി കണ്ടിട്ട് അവനോട് നിൽക്കാൻ ഒരു താല്പര്യം ഇല്ലെന്നാ തോന്നണം അല്ലെ സുദീപേ? അതെ 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 അതെ, കഴിഞ്ഞ പറഞ്ഞതാണ്. താല്പര്യമില്ലായ്മ തോന്നുന്നു. ബേസിക്കലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ തിരിച്ച് ഇവിടെ വരെ എത്തി, ഗ്രാവൻ ബർച്ച് വന്ന് ഒന്ന് കളിക്കാൻ ആള് വേണമല്ലോ. ആള് വരുന്നവരെ നീടെ നിൽക്കുക, അത് കഴിഞ്ഞ് പോയിക്കോന്നുള്ളതായിരിക്കും. എന്തായാലും ഇനി അടുത്ത വരുന്ന ഫ്രണ്ട്ലി ആൻഫീൽഡിലല്ലേ, ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടിലല്ലേ നടക്കണേ. എനിക്ക് തോന്നണം മിക്കവാറൊക്കെ തീരുമാനമാക്കി വെച്ചിട്ട് അവിടെ ഒരു ഫ്രണ്ട്ലിയില് ജസ്റ്റ് കളിച്ചിട്ടൊക്കെ പോവാനും ഒരു ചാൻസ് കാണാൻ പറ്റും. അങ്ങനെ ഒരു സാധ്യതയും കൂടി പുള്ളിയുടെ ഒരു സ്വഭാവം ഒരു പെരുമാറ്റം കണ്ടിട്ട് നമ്മൾ 30 വരെ എഗ്രി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു പ്ലെയറെ വെച്ചോണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അതെ, അപ്പൊ ഹോം ഗ്രൗണ്ടില് ഒരു ഫ്രണ്ട്ലി കളിപ്പിച്ച് എല്ലാവർക്കും ഒരു യാത്രയൊക്കെ പറഞ്ഞ് ആൻഫീൽഡിനോട് ഗുഡ് ബൈ ഒക്കെ പറയാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. ചിലപ്പോൾ ഇതൊക്കെ ഏകദേശം ഡീലൊക്കെ റെഡി ആയിരിക്കുന്നുണ്ടാവും. അപ്പോ ഈ ഒരു ഇതിനും കൂടി, കാരണം എത്രയും യങ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് തന്നെ ക്ലബ് സിസ്റ്റത്തിൽ കളിച്ചു വന്ന പ്ലെയർ ആണ്. അപ്പൊ അങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കാനായിരിക്കും ചിലപ്പോൾ വെയിറ്റ് ചെയ്യണത്. എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും മിക്കവാറും. ഗാക്പോ ആണ് രണ്ടാമത്തെ ചോദ്യം. 2 രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഒന്ന് പറയുന്നത് ടോട്ടനമിന് താല്പര്യമുണ്ട്, നമ്മൾ വിൽക്കാനേ ഉദ്ദേശിക്കുന്ന ആൾ ഇല്ല എന്നാ വരുന്നത്. പക്ഷെ നമ്മളത് കുറെ കേട്ടതാണ്. അത് എന്താണെങ്കിലും വില കൂട്ടി ഒരു 65 എത്തിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഗാക്പോ വിൽ ഓൾസോ ലീവ്. സോ ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ദ സ്ക്വാഡ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സൈനിങ്സ് എന്നല്ല, ഇപ്പം 2 ഗാക്പോവും കേർട്ടിസും പോയാൽ എന്ത് വന്നാലും, ഇപ്പൊ സുദീപ് പറയുന്നത് മിഡ്ഫീൽഡിൽ റിപ്ലേസ്മെന്റ് വേണ്ട, ന്യൂണി ഉണ്ട് എന്നാണ്. എന്നാലും ഐ തിങ്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇറയോളയുടെ പ്രൊഫൈലിന് പറ്റിയൊരു മിഡ്ഫീൽഡർ അയാൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ക്ലബ്ബ്. ഇൻ ടേംസ് ഓഫ് ഹിസ് ഒരു ടാക്ടിക്കൽ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും പുള്ളി ഇപ്പം മെക്കാലിസ്റ്ററിന്റെ പ്രൊഫൈലും ഗ്രാവൻബർച്ചിന്റെ പ്രൊഫൈലും പുള്ളിയുടെ പ്രൊഫൈൽ അല്ല. അപ്പം ഒരു പ്ലെയർ അങ്ങനെ വന്നാൽ മേ ബി ഹി ക്യാൻ സ്വിച്ച് ഇറ്റ് അപ്പ്. ഒരു 4 പ്ലെയേഴ്സ് ഫോർ ദാറ്റ് പൊസിഷൻ ആൻഡ് നിയോണി ആസ് ബാക്കപ്പ് വെൻ ആൻഡ് ഇഫ് റിക്വയർഡ്. ഗാക്പോ പോയാലും ഒരു ഫോർവേഡ് എന്തായാലും വേണം. സോ അവിടെയും ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ. എനിക്ക് അതാണ് ഒരു പേടി. 27 ദിവസം ബാക്കി നിൽക്കുമ്പോൾ 2-3 സെയിൽസ്, ഒരു 3 പെർച്ചേസ് എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കൽ ആണോ ഓബിന്? പറ്റായ്മ ഒന്നുമില്ല. കാരണം ബാർക്കോള പ്രോബബ്ലി അഗൈൻ until he holds that jersey സൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നേ പറയൂ. എന്നാലും ബാർക്കോള is more or less in. അത് കഴിഞ്ഞാൽ we probably would sign ഒരു വിങ്ങറും കൂടി if Gakpo is leaving, and I think probably a center back. അത് ടൊമോറി പോലെ ഒരു ബാക്കപ്പ് സെന്റർ ബാക്ക് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ജബർനായി അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു സ്റ്റാർട്ടിങ്
സെന്റർ ബാക്ക് ആണെന്നുള്ളത് നോക്കാനുള്ളൂ. മിഡ്ഫീൽഡ് ഐ ഡോണ്ട് തിങ്ക് സോ. കേർട്ടസ് പോകും എന്തായാലും, അതല്ലാണ്ട് വേറെ ആരും പോവാണ്ട് വാങ്ങുമോ എന്നുള്ളത് അറിയില്ല. ഇറ്റ്സ് ടൂ മെനി ചേഞ്ചസ്. അപ്പം തൽക്കാലത്തേക്ക് സൊബോസ്ലൈ ആൻഡ് മെക്കാലിസ്റ്റർ ആയിരിക്കണം ഇഫ് ഹി ഈസ് പ്ലേയിങ് വെൽ. എല്ലാ എന്നുണ്ടെങ്കിൽ ഗ്രാവൻബർച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈ സീസൺ എങ്ങനെയാ നോക്കിയിട്ട് പ്രോബ്ലി നെക്സ്റ്റ് സീസൺ ഒരു മിഡ്ഫീൽഡർ സൈൻ ചെയ്യും. യെസ്, വിൽ കം ബാക്ക് ടു യെസ്റ്റർഡേസ് ഗെയിം. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്തത് ഇസാക്ക്, എങ്കുമോഹ, വേർഡ്സ്, മോറിസൺ, സൊബോസ്ലൈ, ന്യോണി, ഫ്രിംപോങ്, എൻഡുക്വെ, ചേംബേഴ്സ്, കെർക്കേസ്, മംദാഷ്വിലി. ഇതിനകത്ത് നേരത്തെ ഓബിൻ പറഞ്ഞ പോലെ എൻഡുക്വയ്ക്ക് പകരം ജെറമി ആക്കറ്റും ചേംബേഴ്സിന് പകരം വാൻഡൈക്കും വന്നാൽ ഏകദേശം ഇത് തന്നെയാ ടീം. മോറിസിന് പകരം പ്രോബ്ലി നമ്മുടെ ബാർക്കോള ആരെങ്കിലും വരുമായിരിക്കും, മൂന്നോസ് വരുമായിരിക്കും. അതെ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് സെക്കൻഡ് ഹാഫില് ഗ്രാവൻബർച്ച്, നമ്മള് സുദീപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാവൻബർച്ച് പ്രോബബ്ലി വിൽ പ്ലേ ആസ് എ അറ്റാക്കിംഗ് റോളില് കളിക്കുന്നു. പക്ഷെ ഇന്നലെ കളിച്ചത് ന്യൂണി പൊസിഷനിൽ. ഞാൻ DM ആയിട്ട് കളിക്കുന്ന പറഞ്ഞേ. ഞാൻ അത് കാരണമാണ് പറഞ്ഞത് ഗ്രാവൻബർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പൊസിഷൻ നിയോണി ഡിസംബർ ആകുമ്പോഴേക്കും ആ പൊസിഷൻ ഗ്രാബ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഗ്രാവൻബർച്ചിനെ ഇറയോള കുറച്ച് ഡിഫൻസ് ഒക്കെ പഠിപ്പിച്ച് ടൈലർ മോർട്ടൺ ആക്കി എടുക്കാനുള്ള ഒരു പണി നടത്താൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് എന്റെ ഒരു റീഡിങ്. അങ്ങനെയായിരുന്നു. അപ്പുറത്തെ പൊസിഷനിലാണ് സൊബോസ്ലൈയും മെക്കാലിസ്റ്ററും തമ്മിലുള്ള മത്സരം വരാൻ പോണത്. അതായത് ഇന്നലത്തെ സെക്കൻഡ് ഹാഫ് ജഡ്ജ് ചെയ്യുന്ന പ്ലേയേഴ്സിന് ഫാൻസിന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്നലെ സെക്കൻഡ് ഹാഫിൽ സെൻട്രൽ മിഡ്ഫീൽഡ് കളിച്ചത് കിയേസയാണ്. സോ ആ നമ്പർ 8 കിയേസയാണ് കളിച്ചത്. അപ്പൊ കിയേസനെ പുള്ളി മാറ്റിയെടുക്കൂ, അല്ലെങ്കിൽ അത് ഇത് വെറുതെ ചുമ്മാ എല്ലാവർക്കും കൂടി ഒരു ഫ്രീ റൺ കൊടുത്തതാണെന്ന് തോന്നുന്നു. കാരണം നമ്പർ 10 കളിച്ചത് കേർട്ടിസ് ആണ്. ഹാർവി എലിയറ്റ് ആണ് നമ്പർ 9 കളിച്ചത് സെക്കൻഡ് ഹാഫ്. റൈറ്റ് വിങ് സ്കാലിനും ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് സ്കാലിനും കൂമാസ്. ഇന്നലെ സെക്കൻഡ് ഹാഫ് നോക്കണ്ട, അത് അങ്ങ് ഇറക്കുക എല്ലാത്തിനെയും. അതെ, സോ എന്തൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഈ ഹാർവി എലിയറ്റിന്റെ കേസിലായാലും കുറെ അറ്റാക്ക് ചെയ്യുന്നതും കിയേസ നീ നമ്പർ 8 ആണെന്ന് പറഞ്ഞാലും എനിക്ക് എവിടെയാന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഓടുന്നുണ്ടായിരുന്നു. അവന് നമ്പർ 8 കളിക്കാൻ അറിയാത്തോണ്ടാണ്, അവന് ബോളിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. എവിടൊക്കെ ഉണ്ടായിരുന്നു. കിയസെ ആദ്യത്തെ 2 ഫ്രണ്ട്ലിയില് ഫോർവേഡ് ആയിട്ട് കളിപ്പിച്ച് നോക്കി. പിന്നെ അത് അങ്ങനെ സക്സസ് ആവണില്ലാന്ന് തോന്നിട്ടായിരിക്കും ഈ പൊസിഷനിൽ ഇട്ടത്. ഇനിയിപ്പോ വിങ്ങിലൊന്നിട്ട് നോക്കി അറിയാം ആളുടെ എന്താന്നുള്ളത്. അത് ട്രൈ ചെയ്യുന്നില്ല. ആവശ്യമില്ലാത്തോണ്ടായിരിക്കും, അത് അറിയാലോ ഇവളേക്ക്. അതുകൊണ്ടായിരിക്കും, അത് അറിയുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഗ്രാവൻബർച്ചിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി, ഒരു 45 ടച്ചേ ഉണ്ടായിട്ടുള്ളൂ ആ പൊസിഷനിൽ കളിച്ചിട്ട് ബാങ്കില്. അങ്ങനെ അറിയില്ല, ചിലപ്പോ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഷാർപ്പ്നെസ് ഒക്കെ തിരിച്ച് കിട്ടുന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ മാത്രമല്ല ഇറയോളയായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിനുള്ള സമയവും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഗ്രാവൻബർച്ചിനെ ഡിഫൻസ് ഒക്കെ പഠിപ്പിച്ച് സെറ്റ് ആക്കി എടുക്കുന്നതിനാണ് എന്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് ഹാഫിന്റെ കാര്യം അതാണ് നമ്മുടെ ടെംപ്ലേറ്റ്. ഫസ്റ്റ് ഹാഫിന്റെ ഒരു ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസാക്ക് വാസ് മോർ ഓഫ് എ ലെഫ്റ്റ് സൈഡഡ് ഫോർവേഡ്. നമ്മുടെ വേർഡ്സിന് റൈറ്റ് സൈഡഡ് ഫോർവേഡ് എന്ന രീതിയിൽ ലേശം വിഡ്രോൺ ആയിട്ട് നമ്പർ 10, സൊബോസ്ലൈ പ്രോപ്പർ നമ്പർ 8, ന്യൂണി നമ്പർ 6 എന്ന് പറയാം, അല്ലെങ്കിൽ DLP ആ ശരിക്കും, നമ്പർ 6 അല്ല. ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ ആയിട്ടാണ് ന്യൂണി കളിച്ചത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് വാസ് ഫ്രിംപോങ് വാസ് മച്ച് അഹെഡ് ദാൻ മോറിസൺ. പല സമയത്തും ഫ്രിംപോങ് ആയിരുന്നു ആ ഫ്രണ്ട് 3-ലെ റണ്ണർ. അത് നമ്മൾ ഈ സീസണിൽ ഫസ്റ്റ് ടൈം കാണും. മോറിസൺ കട്ടിൻ ചെയ്തുകൊണ്ട് പോയിരുന്നു. അതെ, സോ അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. കാരണം റൈറ്റ് വിങ്ങിൽ ആരാണോ കളിക്കുന്നത്, they may not be that attacking minded also. അറ്റാക്കിംഗ് മൈൻഡഡ് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിപ്പോ റിയോ റൈറ്റിൽ കളിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു, റിയോ ഗോൾ അടിച്ചിരുന്നില്ലേ. അതെ, ആ റൺസ് ആയിരിക്കും മിക്കവാറും റൈറ്റ് വിങ്ങർ ഉണ്ടാക്കുന്നുണ്ട്. അത് ബേസിക്കലി കട്ടിൻ ചെയ്യുന്ന രീതിയിൽ. ലെഫ്റ്റ് ഫുട്ടർ അല്ല, റൈറ്റ് ഫുട്ടർ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ 10-ഉം അല്ല വിങ്ങറും അല്ല എന്ന രീതിയിൽ കളിക്കും.
ആ ഒരു റോളിലേക്ക് മാറിയിട്ട് ഫ്രിംപോങ്ങിന് വിടുത്തു കൊടുക്കും. കാരണം ആ റൈറ്റ് സൈഡിൽ കളിക്കുന്നവൻ ആരോ, ഇപ്പൊ നിയോനിയാണ് ഇപ്പൊ ഇതുവരെ കളിച്ചിട്ടുള്ളത്, ഇപ്പൊ ഗ്രാമബച്ചാണ് ഗ്രാമബച്ച്, അവരാണ് വിഡ് ഡ്രോൺ കളിക്കാൻ പോകുന്നത്. വിച്ച് മീൻസ് അവിടെ ഒരു എക്സ്ട്രാ ബോഡി ഉണ്ട് ടു കവർ. റൈറ്റ് ബാക്കിനെ കംപ്ലീറ്റ്ലി മേലോട്ടേക്ക് വിട്ടിട്ട് റൈറ്റ് ബാക്കിനെ കംപ്ലീറ്റ്ലി മേലോട്ട് വിട്ട് റൈറ്റ് വിംഗറിനെ കുറച്ചും കൂടി ഉള്ളിലേക്ക് എടുക്കാൻ നോക്കും. ആ ഒരു ട്രയാങ്കിൾ അതായിരിക്കണം നമ്മൾ കാണുന്നത്. ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. കാര്യം ഇതിനു മുമ്പത്തെ മാച്ചിൽ ഫ്ലിപ്പ് ചെയ്തൊക്കെയായിരുന്നു, റയോ റൈറ്റിലും മോറിസൺ. ആ സമയത്ത് ഇത്രയും കയറി വന്നില്ല, കാരണം അവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം ഇവര് വിട്ട് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ്. ചിലപ്പോ ഇതൊക്കെ മാച്ചിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ. ഏറ്റവും ഇഷ്ടപ്പെട്ട റിയോ നന്നായി കളിച്ചില്ല ഇന്നലെ കേട്ടോ. ആക്ച്വലി വാസ് ഓക്കെ. റിയോ എനിക്ക് തോന്നുന്നില്ല സ്റ്റാർട്ടിങ് റെഡി ആണെന്ന്. ഈ നീഡ്സ് മച്ച് മോർ ടൈം നമുക്ക് കൊടുക്കാം. റിയോന്റെ പൊസിഷൻ വാസ് എക്സാക്ട്ലി വേർ വി വാണ്ട് ബാർക്കോള. എക്സാക്ട്ലി. അതായത് റിയോ ആണ് ഇസാക്കിനെക്കാട്ടും ഫ്രണ്ടിൽ കളിച്ചത് ഇൻ ടേംസ് ഓഫ് ക്ലോസർ ടു ദ ബോക്സ്. സോ ഒരൊറ്റ ബോള് ബാർക്കോള എത്തിക്കഴിഞ്ഞാൽ ബാർക്കോള ഗോസ് കട്ട്സ് ഇൻസൈഡ്, ഇസാക്ക് ഇൻ ദ സെക്കൻഡ് പോസ്റ്റ്, വേർഡ്സ് ഇൻ ദ ഫസ്റ്റ് പോസ്റ്റ്. അതാണ് ബാർക്കോള ഫ്രാൻസിന് എവിടെയാണോ കളിച്ചത് അവിടെ തന്നെയാണ് റിയോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. So from what I see, your right winger is not probably going to be your attacking, അല്ലെങ്കിൽ ഒരു ഓബിൻ പറഞ്ഞ പോലെ ആയിരിക്കും, അതായത് ലേറ്റ് റൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരിക്കും. അപ്പോൾ I won't be surprised if we sign somebody like that, somebody who can whip the ball in. സത്യം പറഞ്ഞാൽ ട്രെൻഡ് പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് വിങ്ങർ അങ്ങനെ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഐ തിങ്ക് മോർ ഓർ ലെസ് ലെഫ്റ്റ് നിന്നായിരിക്കും മോർ അറ്റാക്കിംഗ് ഇംപെറ്റസ് വരുന്നതും കട്ട് ഇൻ സൈഡ് ചെയ്യുന്ന വിങ്ങർ വരുന്നതെന്ന് തോന്നുന്നു അല്ലെ? നമ്മളുടെ ലിവർപൂൾ ഫാൻസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ലെഫ്റ്റ് ഫൂട്ടഡ് ആയ കോഡി ഗാക്പോ ഇതാണ് നമുക്ക് വേണ്ടത്. ആകെ കൂടി ചെയ്യേണ്ട പണി കട്ടും ചെയ്യാ അടിക്കുക. പക്ഷെ ഈ ഡ്രിബിൾ ചെയ്ത് കട്ടും ചെയ്യുന്നല്ല, കുറച്ചുകൂടെ വൈഡ് എന്താ പറയാ സൈഡ് ലൈൻ ഹഗ്ഗിങ് വിങ്ങർ അല്ലാണ്ട് കുറച്ചുകൂടെ ഫോർവേഡ് പോലെ കളിക്കുന്ന ഒരു ഒരുത്തൻ, കുറച്ചുകൂടെ ബാക്ക് കളിക്കാൻ പറ്റുന്നുള്ളത്. ശരിക്കും പറഞ്ഞ ഡേവിഡ് ബെക്കൻ. അതെ, ഡേവിഡ് റൈറ്റിലെ കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ എന്നാണ് ക്രിസ് ഉദ്ദേശിച്ചത്. അതാണ് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ഫ്രിംപോങ് ചെയ്യും. നമ്മുടെ സിസ്റ്റത്തിൽ അത് ഫ്രിംപോങ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ല, ഫ്രിംപോങ് കേറിപ്പോവും ബോക്സിലോട്ട്, ടു ദ ബൈ ലൈൻ പോയിട്ട് കട്ട് ബാക്ക് ചെയ്യും. ഞാനിപ്പോ കാണുന്നത് വി ആർ ലുക്കിംഗ്, നമ്മളെ നെയിംസ് ഇതുവരെ കണ്ട് വി ലുക്കിംഗ് അറ്റ് ഒരു പയേ ഇല്ലേ, ഡിമിട്രി പയല്ലോ അവന്റെ പേര്. സ്വീറ്റ് റൈറ്റ് ഫുട്ടർ ഉണ്ടെങ്കിൽ ഈ സിസ്റ്റം മൊത്തം വർക്കാവും. അല്ല, റിയോനെ ഇടയ്ക്ക് ഈ പൊസിഷനിലേക്ക് കളിപ്പിക്കുമ്പോൾ അത് ഓക്കെ, ഞാൻ പറയുന്നത് അത് ബേസ്ഡ് ഓൺ ഓപ്പോസിഷൻ. പക്ഷെ ഒരു പ്രൊഫൈൽ, ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ വേണം ഞാൻ പറയുന്നത്. നമുക്ക് ആ ബെൻഡോക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ബെൻഡോക്കിനെയൊക്കെ ഇപ്പോ ഈ പ്രീ സീസണിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാനെ. അതുപോലെ ഒരു റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ നോക്കിക്കഴിഞ്ഞപ്പോ ന്യൂ കാസിൽ നോക്കിയാൽ മേർഫി ഒക്കെ ഉള്ള പോലെ ഒരു പ്ലെയർ അല്ലെ? മേർഫി അതാണല്ലോ പണി അവിടെ നിന്ന് റൈറ്റ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇസാക്ക് കളിക്കുമ്പോ മേർഫി ഇല്ലാത്തോണ്ടാണ്. അതെ, പറഞ്ഞു അതിലേക്ക് എത്തിയല്ലേ. അല്ല, ഒരു സ്വീറ്റ് റൈറ്റ് ഫുട്ട് ഉള്ള ഒരു പ്ലെയറെ കിട്ടിയാൽ ആ റൈറ്റ് ഫുട്ടറിനെ നമുക്ക് ലെഫ്റ്റ് സൈഡും കളിപ്പിക്കാൻ പറ്റും ആവശ്യമുള്ളപ്പോ, കട്ട് ഇൻ സൈഡ് ചെയ്യാൻ. അതെ അതെ അതെ, അതാണ് എനിക്ക് തോന്നുന്നത് ഇറയോള അന്ന് പ്രസ് കോൺഫറൻസിലും പറഞ്ഞത്. അതായത് ലുക്കിംഗ് ഫോർ റൈറ്റ് വിങ്ങർ ഹു ഇസ് നോട്ട് ഓഫ് ദ സെയിം പ്രൊഫൈൽ ആസ് സല. കാരണം വിങ്ങർ റോള് മാറി. ഇനിയിപ്പോ ഗോൾ അടിക്കുന്നത് വിസാക്കും വേർഡ്സും ആയിരിക്കും, പ്രോബ്ലി ബാർക്കോള ആസ് വെൽ, ബിക്കോസ് ഹി ഈസ് ദ മോസ്റ്റ്, പുള്ളിക്ക് കട്ട് ഇൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. റിയോ വിൽ ബി വൺ ഓഫ് ദ പ്ലേയേഴ്സ്, സോബോസ്ലൈ വിൽ ബി പ്ലേയേഴ്സ്. ഐ ഡോണ്ട് തിങ്ക് വി ആർ ട്രൈങ് ടു ലുക്ക് ഫോർ എ ഗോൾ സ്കോറർ ആസ് എ റൈറ്റ് വിങ്ങർ എന്ന് തോന്നുന്നില്ല എനിക്ക്. ഐ തിങ്ക് റൈറ്റ് വിങ്ങർ ഷുഡ് ബി എ പ്രൊവൈഡർ. ഡേവിഡ് ബെക്കം പ്രൊഫൈൽ പണ്ടൊരു പ്ലെയർ ബെന്റ്ലി സ്പേഴ്സിൽ, ഡേവിഡ് ബെന്റ്ലി. നമുക്ക് നോക്കാം ആരെ വരികയെന്ന് നോക്കാം. പല പ്ലേയേഴ്സ് ഇപ്പൊ അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് വേറെ ഒന്നുമില്ല. ബാർക്കോളി അല്ലാണ്ട്
ഈ പാഡ്രോന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ പേരുകളൊന്നും അതെ പാഡു വേറെ പേരുകളൊന്നും അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും ചുമ്മാ ചോദിക്കുകയാണ്, ക്യാൻ മെക്കാലിസ്റ്റർ പ്ലേ ദർ ഓപ്പനെ? നോ ചാൻസ്. കളിക്കുന്ന സോബോസ്ലേക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ടല്ലേ ശരിക്കും ആലോചിക്കുമ്പോ, ഇങ്ങനെ ആലോചിക്കുമ്പോ? അല്ല, ഇല്ലെങ്കിൽ ചെയ്യാവുന്നത് ഫ്രിംപോങ്ങിനെ റൈറ്റ് വിങ്ങിൽ അങ്ങനെ ഇട്ടിട്ട് വേറെ റൈറ്റ് ബാക്കിനെ മേടിക്കുക. അല്ല, ഞാൻ പറയാം, അല്ലാണ്ട് വേറെ നമ്മുടെ സ്കോഡിൽ അതിന് പറ്റി വേറെ ആരും ഇല്ലാന്ന്, അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ നിലവിൽ ഇപ്പൊ നമ്മുടെ സ്കോഡിൽ അങ്ങനെ നമ്മുടെ സ്ക്വാഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഉള്ളത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ലൂയി കോമേഴ്സിനെ കളിപ്പിക്കും. ആ ചങ്ങായി ഓടും, എങ്ങനെ പോയാലും ഓടും ചെയ്യും, ഈ പണിയെല്ലാം ചെയ്യും. ഞാൻ പറയുന്നത് സോബോസ്ലൈനെ അവിടെ കളിപ്പിച്ചിട്ട് മെക്കാലിസ്റ്ററിനെ നമ്പർ 8 കളിപ്പിക്കേണ്ടി വരും. അതാണ് പോസിബിലിറ്റിയാണ്. പക്ഷെ ഇയാൾക്ക് വേണ്ട അപ്പ് ആൻഡ് ഡൗൺ ഓട്ടം ഇവർ രണ്ടാളും കൊണ്ട് നടക്കുമെന്ന് അറിയില്ല മെക്കാലിസ്റ്റർ ഗ്രാമബച്ചിനെ കൊണ്ട്. മെക്കാലിസ്റ്ററിന് അതുപോലെ ഗ്രൗണ്ട് ഇത്ര സ്പീഡിൽ കവർ ചെയ്യാനും പറ്റില്ല. മാത്രല്ല സോബോസ്ലൈയുടെ ഒരു സ്ട്രോങ് പൊസിഷനാണ് ബോക്സിന്റെ പുറത്ത് പന്ത് കിട്ടിയാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ആ ഒരു സാധനം പോവും ഈ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ. അപ്പൊ അത് എന്തായാലും ചെയ്യാൻ സാധ്യതയില്ല. എനിവേ, ഇനി ശരിക്കും ഫോക്കസ് ഇനിയിപ്പോ നെക്സ്റ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8-ാം തീയതി അല്ലേ? ഈ ആഴ്ച തന്നെയാണ്. അതെ, ഇനി അധികം ദിവസമില്ല. ശനിയാഴ്ച രാത്രിയാണ്. ഓഗസ്റ്റ് 9-ാം തീയതി. സോറി, 9-ാം തീയതി. ഞായറാഴ്ചയാണല്ലേ? ശരി, 9-ാം തീയതി. അതെ, ഞായറാഴ്ച മൊണാക്കോ ആയിട്ട്. പിന്നെ ഒരാഴ്ച ലീവ് സമയമുണ്ട്, ഒരാഴ്ച ടൈം ഉണ്ട്. അപ്പോഴേക്കും ബാർക്കോള എന്തായാലും വന്നിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ബാർക്കോളയുടെ ഇഷ്യൂ എന്താ വെച്ചാൽ PSG ഡീസന്റ് ക്ലബ്ബാണ്. അവര് റീപ്ലേസ്മെന്റ് ഒക്കെ സൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് തരും. പക്ഷെ ഇഷ്യൂ ഈ വിനീഷ്യസ് ജൂനിയർ ആർസണൽ ഡീല് കൊലാപ്സ് ആയ ചിലപ്പോൾ ആർസണൽ ഒറ്റടിക്ക് വരും, 120 മില്യൺ കൊടുത്തിട്ട്. ദാറ്റ് ഈസ് എൻ ഇഷ്യൂ ദർ. അല്ലാതെ ഐ തിങ്ക് ബാർക്കോള ഷുഡ് ബി ഓക്കെ. ബാർക്കോള വന്നാൽ ബാർക്കോളയും മ്യൂനിയോസും വന്ന ഫോർവേഡ് ലൈൻ ഓൾമോസ്റ്റ് ആയി ആക്ച്വലി. യു ലുക്ക് അറ്റ് ഇപ്പോഴത്തെ കറന്റ് സിസ്റ്റത്തിൽ. പിന്നെ ഒരു വിങ്ങറും കൂടിയാണ് ആവശ്യമുള്ളത് ഇൻ ടേംസ് ഓഫ് ഗാക്പോ ഗോസ്. അതെ, അല്ല, എൻട്രിക്കിന്റെ പേര് കേൾക്കുന്നതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളതാണ്. അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഫാൻസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഔട്ട്ലെറ്റും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഫാൻസ് അല്ലേ പറയുന്നത്. യെസ്, അപ്പൊ അത് ഫാൻസിന് ഭയങ്കര ആഗ്രഹമുണ്ട് എൻട്രിക്ക് വരണം എന്നുള്ളത്. അറിയില്ല, അതൊന്നും നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നില്ല. പിന്നെന്താണ് ബേസിക്കലി ഇനി ആൾക്കാർക്ക് ഡിഫെൻസീവ് പ്ലേയേഴ്സ് ആണ് പ്രശ്നം. ഡിഫെൻസീവ് ഫാൻസിന്റെ കൺസേൺ ഞാൻ പറയുന്നത്. ഡിഫെൻസീവ് ഒരു റൈറ്റ് ബാക്ക് വരണം എന്നാ പറയുന്നത്. റിസ്ക്. അല്ലെങ്കിൽ ഈ ടൊമോറി പോലത്തെ ഒരു പ്ലെയർ വന്നിട്ട് അവിടെ ഫില്ലിൻ ചെയ്യണം, സെന്റർ ബാക്കും ഫില്ലിൻ ചെയ്യണം. I can't see any other player. പിന്നെ ഈ ഗാക്പോ, I still think if Gakpo goes, we'll go and sign Ryan. റയനാണെന്ന് അറിയില്ല, ബട്ട് ഞാനിപ്പോ കുറച്ചു മണി കൂടി ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളൂ. ഗാക്പോ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും 2 വിങ്ങേഴ്സ് വരും, ഒരു ബാർക്കോളയും ഒരു സംബഡിൽസ്. ബാർക്കോള എന്തായാലും വേണമല്ലോ, സലയ്ക്ക് പകരം ബാർക്കോള എന്ന രീതിയിൽ. ബേസിക്കലി ഡിയാസിന് പകരമാണ് മുന്നോസ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഗാക്പോ പോയാല് there needs to be ഒരു വിങ്ങർ. ഐ തിങ്ക് റയൻ ആണ് ചാൻസ് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എന്റെ മൈ വിഷ് ഇസ് ദാറ്റ് ഗാക്പോ ഗോസ്, റയൻ കംസ്. രണ്ടും ഒരേ ക്ലബിൽ നിന്ന് മേടിക്കില്ല അങ്ങനെ. പക്ഷെ കർട്ടിസ് ജോൺസ് ഗോസ്, അലക്സ് സ്കോട്ട് കംസ്. എനിക്ക് പക്ഷെ ഗാക്പോ പോകുന്ന യാതൊരു ഉറപ്പില്ല കേട്ടോ. ഗാക്പോ സ്റ്റേ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് എന്റെ കണക്കൂട്ടല്. കാരണം ഇത്രയും ഈ പൊസിഷനിൽ ഇപ്പോ പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യാൻ നോക്കിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാ പ്ലേയേഴ്സ് അത് അനുസരിച്ചിട്ടുള്ളത് കിട്ടാൻ. അപ്പോ ഗാക്പോനെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇസാക്കിന്റെ ബാക്കപ്പ് നമ്മളത് സംസാരിക്കണേ ഇല്ല. ഗാക്പോ പോവാണെങ്കിൽ ഇപ്പൊ PSG ചെയ്ത പോലെ നമ്മൾ ചെയ്യും. നമ്മൾ റിപ്ലേസ്മെന്റ് സൈൻ ചെയ്തിട്ട് വെക്കുള്ളൂ എന്ന് പറയും. വിൽ പ്രോബ്ലി get one guy and then release him. അല്ല, എനിക്ക് സ്പേഴ്സ് ഗാക്പോനൊക്കെ നമ്മൾ ഇട്ടേക്കണ വാല്യൂവിനനുസരിച്ചൊന്നും സ്പേഴ്സ് വന്നൊന്നും മേടിക്കാനുള്ള യാതൊരു ചാൻസും കാണുന്നില്ല. മാത്രല്ല ഈ ബാർക്കോളെ മേടിച്ചും ഒക്കെ കഴിയുമ്പോൾ നമ്മളും കൂടുതൽ പൈസക്ക് ബാർക്കോളയുടെ വാല്യൂ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ
എന്തായാലും സ്പേഴ്സ് ഒരുപാട് സൈനിങ്സ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. അവര് എന്തായാലും ആ ഒരു വാല്യൂയിലേക്കൊന്നും പോകാനുള്ള ചാൻസും ഉണ്ടെന്ന് തോന്നില്ല. നമ്മുടെ വാല്യുവേഷനും അതൊന്നും മീറ്റ് ആവില്ല. പതുക്കെ അവസാനം അതൊന്നും വേണ്ടാന്ന് വെച്ച് പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഗാക്പോനെ കീപ്പ് ചെയ്യാനുള്ള ചാൻസ്. അത് ഓക്കെയാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ പറയുന്ന റിപ്ലേസ്മെന്റ് കിട്ടാണ്ട് കൊടുക്കാൻ പാടില്ല. റിയാസിന് ചെയ്ത പോലെ ചെയ്യരുത്. നമ്മളിപ്പോ ലാസ്റ്റ് മിനിറ്റ് ഗാക്പോ നിൽക്കുകയാണെങ്കിലും ഗാക്പോന് 2030 വരെ കോൺട്രാക്ട് ഉണ്ട്. നമുക്ക് റിസ്ക് ഒന്നുമില്ല. അടുത്ത കൊല്ലാണെങ്കിൽ അടുത്ത കൊല്ലം പറഞ്ഞുവിടാം. ഗാക്പോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സുയി പറഞ്ഞ പോലെ ഇസാക്കിന് പകരം നമ്പർ 9 കളിക്കാം, വേർഡ്സിന് പകരം നമ്പർ 10 കളിക്കാം, 2 അപ്പ് ഫ്രണ്ട് കളിക്കാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റും. പ്രശ്നങ്ങളൊന്നുമില്ല ഗാക്പോ ഉണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് ഇഫ് ഗാക്പോ ഈ റൂമർ വരാൻ കാരണം അതായത് എന്ത് പറഞ്ഞാലും ഗാക്പോന് പോണെന്നുണ്ടാവും സുദീപേ. ഞാൻ പറയുന്നത് കേർട്ടിസിന്റെയും ഗാക്പോന്റെയും പ്രശ്നം എന്താ വെച്ചാൽ രണ്ടുപേർക്കും 26-25 വയസ്സായി. ഗാക്പോ സ്പേഴ്സിൽ പോവാണെങ്കിൽ സ്റ്റാർട്ടറാണ്. ലിവർപൂളിൽ അത് സ്റ്റാർട്ടർ ആണെന്നില്ല. ബാർക്കോള സ്റ്റാർട്ടറാണ്, വേർഡ്സ് സ്റ്റാർട്ടറാണ്, ആരാ നമ്മുടെ ഇസാക്ക് സ്റ്റാർട്ടറാണ്. എക്കിഡിക്ക് വന്ന എക്കിഡിക്കും കളിക്കും. പിന്നെ റൈറ്റ് സൈഡില് മൂന്യോസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ പ്ലെയർ ആയിട്ട് ഗാക്പോന് നിൽക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്ന പോലെ നമ്മളിപ്പോ പറയുന്നത് ബാർക്കോളയ്ക്ക് ലിവർപൂളിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ സ്പേഴ്സ് അവനോട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അല്ലെങ്കിൽ അവർക്ക് താല്പര്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ കണ്ണും പൂട്ടിയിട്ട് അവർക്ക് വിട്ടിടേണ്ട കാര്യമില്ല. അപ്പൊ അവന് ഈ കേർട്ടിസിന്റെയും പ്രശ്നവും ഗാക്പോന്റെയും പ്രശ്നവും ഈ സ്റ്റാർട്ടർ പ്രശ്നമാണ്. ബോത്ത് ആർ ഗുഡ് ഇനഫ്. ഗാക്പോ ഇസ് ഗുഡ് ഇനഫ് ടു സ്റ്റാർട്ട് ഫോർ മറ്റേ സ്പേഴ്സ്. ഹി ക്യാൻ ബി ദ നമ്പർ 9. ജാവി സിമൺസ് വന്ന ഇന്റർനാഷണൽ മേറ്റ്സ് ആണ്. രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു റിപ്ലേസ്മെന്റിനെ കിട്ടാണ്ട് ഗാക്പോന് കൊടുക്കണം. ഗാക്പോ സർപ്ലസ് ടു ആർ റിക്വയർമെന്റ്സ് ഇഫ് യു ആർ സൈനിങ് എ റിപ്ലേസ്മെന്റ്. അത്രേ ഉള്ളൂ. എനിക്ക് ഗാക്പോ നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആണെങ്കിൽ വി ഷുഡ് സൈൻ എ റിപ്ലേസ്മെന്റ് ആൻഡ് ദെൻ ഇപ്പം PSG ചെയ്ത് കറക്റ്റ് അല്ലേ? എക്ലിയോച്ചിനെ സൈൻ ചെയ്തു, ഗോഡിനെ സൈൻ ചെയ്തു, 2 പ്ലേയേഴ്സ് വന്നു, വിട്ടു. യെസ്, അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ആ രീതിയിൽ പറയുമ്പോൾ. പക്ഷെ നമുക്ക് അപ്പൊ ആ സമയത്ത് മുന്യോസിന് ഒരു ഇസാക്കിന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് കൂടി നിൽക്കാൻ പറ്റുന്നുള്ള ഒരു റീഡിങ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇസാക്കിന്റെ ബാക്കപ്പ് ആയിട്ട് KZ ഉണ്ട്, മുന്യോസും ഉണ്ട്. ഇവിടെയാണ് എന്താ പറയാ, മ്യൂനിയോസ് മിക്കവാറും ഒരു ബാക്കപ്പ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് വിങ്ങർ ആയിട്ട് കളിക്കുമായിരിക്കും. വിത്ത് റിയോ ബീങ് ദ ബാക്കപ്പ് ഓഫ് ദാറ്റ്. ഞാൻ കാണുന്നത് മുനിയോസ് ഇസ് ദ ഫോർവേഡ് ഫസ്റ്റ് സ്റ്റാർട്ടർ, റിയോ ഇസ് ദ ബാക്കപ്പ്. അതെ, ഇതില് 6 മാസം 7 മാസം കൂടി കഴിഞ്ഞാൽ എക്കിറ്റിക്ക് വരാനുണ്ട് ഇവിടെ. എക്കിറ്റിക്ക് നമ്പർ 9 ഷുഡ് ബി ഫൈൻ. ഈ ഇപ്പോഴത്തെ കേസിലാണ് നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ ഈ സീസൺ തുടങ്ങുമ്പോ ഓഗസ്റ്റ് 22-ാം തീയതി തുടങ്ങുമ്പോഴാണ് ഈ വരുന്നവരാരൊക്കെ കളിക്കാൻ പറ്റും എന്നുള്ളത് അറിയേണ്ടത്. ബാർക്കോള വിൽ പ്ലേ. ഓഗസ്റ്റ് 9-നല്ലേ വരികയാണെങ്കിൽ തന്നെ 10-ാം തീയതി. അല്ല, ഫസ്റ്റ് ഗെയിം ആണെങ്കിൽ ബെഞ്ചിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബാർക്കോള വന്നാൽ നമ്മളിപ്പോ പറയുന്ന കേട്ടാന്ന് തോന്നുന്നു അവിടെ ഡീൽ എഗ്രി ചെയ്ത് മെഡിക്കൽ എടുക്കുന്നുണ്ട്. അതെ അതെ. അല്ല, ഈ ബാർക്കോള വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക, അത് ബാർക്കോള എന്ന പ്ലെയർ അല്ല. ബാർക്കോളയും കൂടി ഈ സമയത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഫാൻസ് എഴുതും. എന്താണെങ്കിലും ക്ലബിന് ഡിഫെൻഡ് ചെയ്യാൻ ഒന്നുമില്ല. സല പോയിട്ട് 6 മാസമായി, എന്നിട്ടും നമുക്ക് ഒരു ബാക്കപ്പ് പ്ലെയറിന് കിട്ടുന്നില്ല. അവിടെയാണ് നമ്മുടെ ഈ ക്വൈറ്റ് കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം PSG വാക്കിന് വിലയുള്ള ടീമാണ്. നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് അവരായിട്ട്, ക്ലബായിട്ടും ഓണർഷിപ്പായിട്ടും. സോ ഐ കൈൻഡ് ഓഫ് ഫീൽ ദാറ്റ് എല്ലാം പറഞ്ഞുറപ്പിച്ച് അവരൊരു റിപ്ലേസ്മെന്റ് സൈൻ ചെയ്ത് നമ്മൾ ഈ ആഴ്ച എന്തായാലും ട്രെയിനിങ് 10-ാം തീയതി വരുള്ളൂ. അപ്പോൾ ഈ ആഴ്ച റാപ്പ് ചെയ്യും എന്ന് തോന്നണേ. നമുക്ക് നോക്കാം. Ideally, I'll be happy if we get Barcola and Tomori in before the season starts. പിന്നെ കേർട്ടിസും ഗാക്പും പോവാണെങ്കിൽ ബൈ ഡെഡ്ലൈൻ ഡേ സൈൻ 2 റിപ്ലേസ്മെന്റ്സ്. എനിക്കിപ്പോ മിഡ്ഫീൽഡിൽ സൈൻ ചെയ്യുന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. ബാക്കിയെല്ലാം ഉണ്ട്. മിഡ്ഫീൽഡ് സൈൻ ചെയ്യാൻ ചാൻസ് ഇല്ല, റൈറ്റ് ബാക്ക് സൈൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അതെനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട്. അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഫോർവേഡ് പൊസിഷനിൽ ഒരു വിങ്ങർ, ഒരു പ്ലെയർ വരുന്ന മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നത്.
അപ്പൊ ഫാൻസ് നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങൾ സുദീപിനോട് യോജിക്കുന്നു, എന്നോട് യോജിക്കുന്നു, ഓവിനോട് യോജിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം പറയൂ. എന്തായാലും എനിക്കാകെ പേഴ്സൺ വാസ് ഫോളോവിംഗ് ലിവർപൂൾ ഫോർ ലാസ്റ്റ് 25 years എന്ന് പറയാം വേണമെങ്കിൽ. പ്രീ സീസണിൽ കാര്യമൊന്നുമില്ല. അപ്പോ ആ റിസൾട്ടും അതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു പഴയ കുറച്ച് മുമ്പുള്ള ലിവർപൂൾ ഫാൻസിന് ഓർമ്മ ഉണ്ടാവും, യാഗോ ആസ്പാസ് വാസ് എ പ്രീ സീസൺ സ്റ്റാർ. പുള്ളി 7 ഗോളൊക്കെ അടിച്ചു പ്രീ സീസണിൽ. നമ്മൾ വിചാരിച്ച എന്റെ മോനെ വി ഹാവ് എ പ്ലെയർ. ഐ എം നോട്ട് സെയിങ് യാഗോ ആസ്പാസ് എ ബാഡ് പ്ലെയർ. പുള്ളി ഒരു ഇയാഗോന്റെ കേസില് he came in a wrong time. ആ SAS സീസണിലല്ലേ ഇവൻ കളിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ ഞാൻ പറയട്ടെ, ജോട്ട came when Mane, Firmino and Salah were at their peak. Still he broke into the team. അല്ല അതില് ഇത് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ അല്ലെങ്കിൽ എവിടെയാ പറഞ്ഞിട്ടുണ്ട്, ഈ ബുണ്ടസ് ലീഗയിൽ വരുന്ന പ്ലേയേഴ്സിന് 1 year ഒരു കൂളിംഗ് പീരീഡ്, വെയിറ്റിംഗ് പീരീഡ് എന്ന സാധനമുണ്ട്. ഇതേ സാധനം ലാലീഗയിൽ വരുന്ന ടെക്നിക്കൽ പ്ലേയേഴ്സിനുണ്ട്. ലാലീഗയിൽ വന്ന് ഡയറക്ട്ലി ഹിറ്റ് ആവുന്ന പ്ലേയേഴ്സ് എല്ലാം പേസി പ്ലേയേഴ്സ് ആണ്, ഇല്ലെങ്കിൽ അവർ വൺ ഫിസിക്കൽ ആയ പ്ലേയേഴ്സ്. അങ്ങനെയുള്ള പ്ലേയേഴ്സ് മാത്രമേ PL ഡയറക്ട്ലി വന്ന് സെറ്റ് ആവുന്നുള്ളൂ. കുറച്ച് ടെക്നിക്കൽ ആണ്. ഈവൻ റോഡ്രി ഫോർ ദാറ്റ് മാറ്റർ, റോഡ്രി വന്ന സീസണിൽ അവൻ ഫ്ലോപ്പ് ആണ്. ഫെർണാണ്ടീഞ്ഞോ അല്ലെങ്കിൽ ഫെർണാണ്ടോ രണ്ടിലേ തോന്നാറ്. ഫെർണാണ്ടീഞ്ഞോ ഉള്ള സമയത്താണ് റോഡ്രി വരുന്നത്. ഫസ്റ്റ് സീസൺ അവൻ കാര്യം ഫ്ലോപ്പ് എന്നല്ല, ബട്ട് ഹി വാസ് നോട്ട് ഈവൻ ഹാഫ് ഓഫ് വാട്ട് ഹി ഈസ്. വന്ന് ആ എങ്ങനെ സീസൺ അപ്പൊ സുബിമെൻഡി എന്താവുന്നു ആണ് ഞാൻ അവിടെയാണ്. സുബിമെൻഡി ഇഫ് ഹി പ്ലേസ്, ഇഫ് ആർട്ടറ്റ ഗിവ്സ് ഹിം ദാറ്റ് സ്പോട്ട്, ബ്രൂണോ വരുന്നതുകൊണ്ട് ഇനി നടക്കുമെന്ന് അറിയില്ല, പക്ഷെ ആ ഒരു ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ സുബിമെൻഡി ക്യാൻ ഡു വെൽ. സ്പെയിൻ ടെക്നിക്കൽ പ്ലേയേഴ്സ് വിത്തൗട്ട് പേസ് ആണെന്നുണ്ടെങ്കിൽ ദേ ടേക്ക് സം ടൈം. വന്ന പാടി ഹിറ്റ് ആവാറില്ല. PL അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. സോ ഇയാഗോ ആസ്പാസിന് പ്രോബബ്ലി അത് പറ്റുമായിരുന്നു എന്നുള്ളത് കാണാം. അവൻ സെൽറ്റ വീഗോ പോയിട്ട് കളിക്കുന്ന കളി കാണണം. അവരെ ഒറ്റക്ക് ഒരു 8 സീസൺ അങ്ങനെ കൊണ്ടുവരുന്നില്ലേ. So he can do that. It's just that pacey players alla ennundengil they take time to settle. ITK space inde matte avara SAS vannu ade talangum valangum goal adiyan odingi. ITK space inde oru tweet vannundu ipo, adayathu ലിവർപൂള് വേൾഡ് കപ്പിന്റെ സമയത്ത് സ്ലോട്ടർബർഗിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു സൈൻ ചെയ്യാനായിട്ട്. പക്ഷെ പിന്നെയാണ് ആ സീരിയസ് ഇഞ്ചുറി ഒക്കെ വന്നത്. അതിനുശേഷം കൂൾ ഓഫ് ചെയ്തതാണ്. അപ്പൊ ശരിക്കും ആ ഒരു പ്രൊഫൈല് ലെഫ്റ്റ് ഫുട്ടഡ് ഒരു സെന്റർ ബാക്ക് പൊസിഷൻ അവര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള എന്റെ ഒരു സാധനം. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വാൻഡൈക്കിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോ അങ്ങനെ ഒരു സൈനിങ് ആയിരിക്കും ചിലപ്പോ വരിക. ഈ നമ്മള് റൈറ്റ് ബാക്ക് കളിക്കാൻ പറ്റുന്ന സെന്റർ ബാക്ക് എന്നുള്ളത് നോക്കുന്ന പോലെ ചിലപ്പോ ഓപ്പർച്യൂണിറ്റി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ഒരു സെന്റർ ബാക്കിനെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോ അതിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഈ ഗാക്പോ സ്പേഴ്സ് പോയാല് എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് റോബർട്ട്സൺ ഫുൾ പേസിൽ ഓവർലാപ്പ് ചെയ്യുമ്പോ അവനെ നോക്കാണ്ട് ഗാക്പോ കട്ട് ഇൻസൈഡ് ഷൂട്ട്. എനിവേ ഇനി 2-3 കാര്യങ്ങൾ കഴിഞ്ഞു നമ്മുടെ പോഡ്കാസ്റ്റ്. പക്ഷെ ജോർഡൻ ഹെൻഡർസൺ ചെൽസി പ്ലെയർ ആണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഡിയഗോ കോസ്റ്റ നമ്മുടെ ഒരു പ്ലെയറിനെ തള്ളിയിട്ടപ്പോ അയാളെ ഞെട്ടിച്ചു കൊണ്ടുവന്ന ഹെൻഡർസൺ ഇനി ബ്ലൂ ജേഴ്സി ഇട്ടിട്ട് ക്യാപ്റ്റൻ ആവുന്ന വരുമ്പോ ആരാ ക്യാപ്റ്റൻ? റീസ് ജെയിംസ് ആണല്ലേ. റീസ് ജെയിംസ് ചെൽസി പ്ലെയർ ആണ്. യുണൈറ്റഡ് ആരെയും സൈൻ ചെയ്തിട്ടില്ല. യുണൈറ്റഡ് ഫാൻസ് അസ്വസ്ഥരാണ്, ലിവർപൂൾ ഫാൻസ് പോലെ തന്നെ. ആർസണൽ ഫാൻസിന് ഒരാഴ്ചയായിട്ട് ഉറക്കില്ല. ബ്രൂണോയും വിനിയും സ്വപ്നം കണ്ട് അങ്ങനെ കിടക്കുകയാണ്. ചെൽസി ഫാൻസ് നമ്മൾ പറഞ്ഞ പോലെ ഹെൻഡർസണും വെൽബെക്കും വന്നു. സിറ്റി ഫാൻസിന്റെ ഒരു വിവരവും ഇല്ല, എന്താണ് സംഭവിക്കുന്നത്. ബുവാദി പോകുന്നില്ല എന്നാണ് ഇപ്പൊ ലീലിന്റെ ഓണറും പ്രസിഡന്റും ഒക്കെ പറയുന്നത്. ബാക്കി ട്രാൻസ്ഫേഴ്സ് കാര്യമായിട്ട് ടോപ്പ് ക്ലബ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ യാൻ ഡയമണ്ടിന്റെ ആദ്യം ഏജൻസി ആരാണെന്ന് തീരുമാനിക്കാൻ കോടതി പോയിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിൽ അതൊന്നും ആയിട്ടില്ല ഇതുവരെ. അവര് തമ്മിൽ
അതെ, ഈ സീസണില് പുള്ളി അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നണില്ല. അവിടെ RBL തന്നെ കണ്ടിന്യൂ ഉണ്ടാവുള്ളൂ. അവസാനം റയൽ മാഡ്രിഡും ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി നമ്മളൊരു ഭാഗ്യമാണ് നമ്മൾ നേരത്തെ ഗുഡ് ബൈ പറഞ്ഞത്. കാരണം നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇതൊന്നും നടക്കണ കേസല്ലാന്ന്. റയൽ മാഡ്രിഡിന് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടും കൂടി ബാർക്കോളനെ പെട്ടെന്ന് സൈൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. പിന്നെ 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 ബാഴ്സ ഇപ്പോഴും ആൽവരേസിനെയും കാത്തിരിപ്പുണ്ട്. ഒന്നും വ്ലാഹോവിച്ച് ഇന്നലത്തെ ബെസിക്ടസ് ഇത് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അവരോട് കുറച്ചേരം കൂടി കാത്തിക്ക്, ഇവരെങ്ങാനും സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ എടുത്താലോ എന്ന് പറഞ്ഞ് കാത്തിക്കുക. നമ്മുടെ ഒസിമനായിട്ട് ബാർസ ലിങ്ക് ഉണ്ട്. ഡാർവിൻ നൂനേസ് ആയിട്ട് ഒരു ലിങ്ക് വരുന്നുണ്ട്. പിന്നെ 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 ഫെറാൻ ടൊറേസ് ടു PSG ഒന്നും ആയിട്ടില്ല. സോ ഒരുപാട് ക്ലബ്സ് ആർ യെറ്റ് ടു സൈൻ ടോപ്പ് പ്ലേയേഴ്സ്. അപ്പോ ട്രാൻസ്ഫർ വിൻഡോ ഏത് നിമിഷവും ഡൊമിനോ എഫക്റ്റ് അങ്ങ് പൊളിഞ്ഞ് പോവും. സോ കീപ്പ് എൻ ഐ. നമ്മളെന്തായാലും ബ്രേക്കിംഗ് ന്യൂസും ട്രാൻസ്ഫർ ലൈവും ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് വിൽ ഹാവ് എ FPL ഷോ. അതിന്റെ പരിപാടികൾ സുദീപ് അണിയറയിൽ ഒരുക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ഷോസും വേറൊരു സ്പെഷ്യൽ ഷോയും പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് ഓൾസോ വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഷോസ് കമ്മിങ് അപ്പ്. ആൻഡ് അടുത്ത മൺഡേ തൊട്ട്, അതായത് അടുത്ത മൺഡേ എന്ന് പറയുമ്പോഴേക്കും 11-ാം തീയതി അല്ലെ, 11-ാം തീയതി തൊട്ട് നമ്മൾ പ്രീമിയർ ലീഗിലേക്കുള്ള ബിൽഡപ്പ് തുടങ്ങും. ഹു വിൽ ബി ടോപ്പ് 4? ട്യൂസ്ഡേ. മൺഡേ മിക്കവാറും നമ്മള് സൺഡേ ആയിരിക്കും റിവ്യൂ. സൺഡേ അല്ല, മൺഡേ തന്നെ ആയിരിക്കും റിവ്യൂ. നെക്സ്റ്റ് മാച്ച് നോക്കാം. വിൽ ട്രൈ ടു ഡു 7 o'clock ആണ്. We can do a 7 അല്ലേ? അപ്പൊ വേണമെങ്കിൽ വാച്ച് ലോങ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തന്നെ റിവ്യൂ വെച്ചിട്ട് മൺഡേ മുതൽ തുടങ്ങാം. അതെ. സോ വിൽ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് പ്രീമിയർ ലീഗ് ഷോസ് സ്റ്റാർട്ട് ചെയ്യും. FPL ഷോസ് വിൽ സ്റ്റാർട്ട് ആൻഡ് പ്രോബബ്ലി ഒരു 1 വീക്ക് പ്രീമിയർ ലീഗ് ബിൽഡപ്പ് ഉണ്ടാവും, ലാലിഗ ബിൽഡപ്പ് ഉണ്ടാവും. ബുണ്ടസ്ലീഗ ബിൽഡപ്പിന്റെ കാര്യമില്ല, എന്നാലും ബിൽഡപ്പ് ചെയ്യാൻ അങ്ങനെ ഷോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. 4-2 തോറ്റു. അവസാനത്തെ തോൽവിയാണെന്ന് വിചാരിക്കുക സീസണില്. അതെ.